വിവരങ്ങൾ നൽകാനായി അഹമ്മദാബാദിൽ നിന്ന് അരവിന്ദ് PR തത്സമയം ചേരുന്നുണ്ട്. അരവിന്ദ്, ഈ അപകടത്തിന്റെ കാരണം തന്നെയാണ് ഇനിയിപ്പോൾ വ്യക്തമാകേണ്ടത്. ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിഞ്ഞോ? അമൃത, ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പ് ആ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങൾ മാറി നിൽക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ വിമാനം തകർന്നു വീണ BJ ഹോസ്റ്റലിന്റെ പരിസരത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ആണ്. ഈ ലാൻഡിംഗ് ഗിയർ ഈ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വന്ന് ഇടിച്ച് കയറിയ ദൃശ്യങ്ങൾ. കാരണം ഈ ലാൻഡിംഗ് ഗിയർ വിമാനം പറന്നുയരുമ്പോൾ തന്നെ ഈ ലാൻഡിംഗ് ഗിയറായി ടയറുകൾ ഉള്ളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഈ ഉള്ളിലേക്ക് ഈ ലാൻഡിംഗ് ഗിയറുകൾ പോയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. കാരണം കൃത്യമായി ഇത് പുറത്ത് ഈ വിമാനത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നത് തന്നെയായി ഈ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. അപ്പോൾ ലാൻഡിംഗ് ഗിയറുകൾ അടക്കം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയ ഭയാനകരമായ ദൃശ്യങ്ങൾ, വിമാനത്തിന്റെ പിൻഭാഗത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയാനകരമായ, കാരണം ഒരു ഹോസ്റ്റൽ, കാരണം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ എത്തിയതാണ്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കോളേജിൽ നിന്ന് മടങ്ങി ഈ ഹോസ്റ്റലിലെ മെസ്സിലേക്ക് എത്തിയവരുണ്ട്. അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു അപകടം നടക്കുമെന്ന്. ഇപ്പോൾ വിമാനം ഇത്തരത്തിൽ 1:17 വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നു. നിമിഷങ്ങൾക്കകം തകർന്ന് ഈ BJ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. മുകളിലെ ഈ സൈഡിൽ വീഴുന്ന ഇവിടെ നിന്ന് പൊട്ടിത്തെറിച്ചാണ് സമീപത്തെ പ്രദേശത്തെ കെട്ടിടങ്ങളിലേക്ക് പതിച്ചത്. ഇപ്പോൾ ഈ ലാൻഡിംഗ് ഗിയറുകൾ അടക്കം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിമാനം ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ നിന്നൊരു പൊട്ടിത്തെറിയാണ് പിന്നീട് ഉണ്ടായത്. കാരണം ഇവിടെ ഈ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകളുണ്ട്, അവർ താമസിക്കുന്ന ആ കിടക്കുകളടക്കം ഇവിടെ ചിന്നിച്ചെതിറി കിടക്കുന്നു. ഇവിടെ ഏകദേശം 50-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഡോക്ടർമാരടക്കം ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ അധികം പേരെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 50-ലധികം പേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നതാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരടക്കം വ്യക്തമാക്കുന്നത്. ഇവിടെ നിന്ന് മാറുവാൻ വേണ്ടിയുള്ള ആവശ്യം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ നമ്മൾ ഇവിടെ നിന്ന് മാറുവാനും പോകുന്നു. എന്തായാലും ഭയാനകരമായ ദൃശ്യങ്ങൾ ഈ ഹോസ്റ്റൽ ഈ റൂമിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലാൻഡിംഗ് ഗിയറുകൾ അടക്കം ഇടിച്ചു കയറിയിരിക്കുകയാണ്. അപ്പോൾ ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് തരത്തിലുള്ള ഒരു സാങ്കേതിക തകരാർ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ്. ഇത് ഹോസ്റ്റൽ റൂമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ ഇത് ഹോസ്റ്റൽ റൂമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, അവരുടെ ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു. അവിടെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി, ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താകാം ഈ വിമാനം ഇടിച്ചു കയറിയത്. അവർ ഹോസ്റ്റലുകൾ, മെസ്സുകളുണ്ട്, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളടക്കം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരം ഒരു അപകടം അവർ. അപ്പോൾ വലിയ രീതിയിൽ ദുരിതങ്ങൾ വിധിച്ചിരിക്കുന്നു. വിവിധ ഗുജറാത്തിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇവരുടെ സാധനങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപകടം സംഭവിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഉച്ചയോടുകൂടി. ഇത് എങ്ങനെ ഡയറക്റ്റായി ഈ കെട്ടിടത്തിലേക്ക് വന്ന് പതിക്കുകയായിരുന്നോ വിമാനം? ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ വിമാനം തകർന്നു വീണു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വിമാനം തകർന്ന ഈ ഹോസ്റ്റൽ ഭാഗത്തേക്ക് പതിക്കുകയും അവിടെ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. സമീപത്തെ ആശുപത്രിയിലേക്ക് സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് അടക്കം ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പതിക്കുകയും പിന്നീട് വലിയ രീതിയിൽ ഈ അപകടം ഉണ്ടാവുകയും സമീപത്തെ കെട്ടിടങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വിദ്യാർത്ഥികൾ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റുകളും അതുപോലെ തന്നെ അവരുടെ കിടക്കകളും മറ്റുമാണ്. ഭക്ഷണങ്ങൾ പോലും ആ പ്ലേറ്റിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ അവർ കോളേജുകളിൽ നിന്ന് മടങ്ങിയെത്ത മെസ്സുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. എന്തായാലും ഇവിടെ നിന്ന് നമ്മളോട് മാറാൻ ആവശ്യപ്പെടുകയാണ് അമൃത. അതുകൊണ്ട് നമ്മൾ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. കാരണം സുരക്ഷാ ഭീഷണിയുണ്ട്. ഇപ്പോഴും വിമാനം ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും വലിയ ദാരുണമായ കാഴ്ചകൾ തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിമാനം ഇടിച്ചു കയറി വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ഇതിന് പിന്നാലെ അവശിഷ്ടങ്ങൾ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇതുമാത്രമല്ല, സമീപത്തെ എല്ലാ കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ, കാരണം ഇതൊക്കെ വിമാനത്തിന്റെ ഏത് ഭാഗമാണെന്ന് പറയാൻ പോലും നമുക്ക്